2026 മെയ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. അതായത് മേടക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. ഇവർക്ക് സർക്കാരിൽ നിന്നും ബഹുമാനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ആദരവ് അവർക്ക് ലഭിക്കാം. എന്തെങ്കിലും ചിലപ്പോൾ ഒരു അവാർഡായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പദവി, താൽക്കാലികമായിട്ട് ഒരു പദവി ലഭിക്കാം. ആ പദവി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനമോ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കമ്മീഷൻ്റെ ഇതിൽ ഉള്ള ഇതായിട്ടോ അങ്ങനെയൊക്കെ ഒരു പദവി അവർക്ക് ആ 5 വർഷത്തേക്ക് ലഭിക്കേണ്ട ഒരു സാധ്യത ഇതിൽ ചില മേടക്കൂറിൽ ചില നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സർക്കാരിൽ നിന്ന് ഒരു പ്രത്യേക ഒരു ക്ഷണം ഈ പദവി ലഭിച്ചതിന് ശേഷം അവർക്ക് ഓരോ വിരുന്ന് സൽക്കാരങ്ങളും മറ്റുള്ളതായിട്ടൊക്കെ ലഭിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ചില ആൾക്കാർക്ക് ഈ പദവി കിട്ടിയില്ലെങ്കിലും അവർക്ക് അവാർഡ് കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് ഔദ്യോഗിക ഇതിൽ വളരെ നല്ലൊരു പ്രൊമോഷൻ കിട്ടുന്നതിനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. എന്തായിരുന്നാലും ഇവർക്ക് വലിയൊരു പദവി ലഭിക്കാം. ഇതിൽ ചില ആൾക്കാർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് പരമോന്നത ബഹുമതികൾ കിട്ടുന്നതിനും കൂടി ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ഇത് ചില മേടക്കൂറിലെ ഈ വരുന്ന നക്ഷത്രങ്ങളിൽ ചിലർക്കാണ്, എല്ലാവർക്കുമല്ല. കുടുംബത്തിന് സന്തോഷം ലഭിക്കാം. ഇതെല്ലാം കിട്ടുന്നതുകൊണ്ടും അല്ലാതെ ആയിരുന്നാലും കുടുംബത്തിന് എന്തായിരുന്നാലും ഒരു ഐശ്വര്യവും സന്തോഷവും ഒക്കെ കുടുംബത്തിന് എല്ലാവർക്കും ലഭിക്കാം. അതുമൂലം ഒരു ധനസമൃദ്ധി അവർക്ക് ലഭിക്കാം, ഒരു പ്രതാപം അവർക്ക് ലഭിക്കാം. ഒരു നല്ല പദവിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രതാപം ലഭിക്കാം. അഭീഷ്ട സാഫല്യം, അതായത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് ഉള്ളൊരു ഭാഗ്യം ലഭിക്കും. ഒരു ലോട്ടറി അടിക്കും മാതിരിയാണ് ഈ ഭാഗ്യം. ലോട്ടറി അടിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു, അതുപോലത്തെ ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ട് അവരുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ അവർക്ക് സാഫല്യമാകാം. നാളേക്ക് ഉള്ള വേണ്ടി ഒരു നിക്ഷേപം നടത്താൻ അവർക്ക് സാധിക്കും. സന്താനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള രോഗങ്ങളാലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള കഷ്ടപ്പാടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു മാനഹാനി, എന്തോ രീതിയിൽ ഒരു കള്ളക്കേസോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു മാനഹാനി ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. മതപരമായ കർമ്മങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. ഇപ്പോൾ പൂജ ചെയ്യുന്നതിനോ പ്രാർത്ഥന ചെയ്യുന്നതിനോ മറ്റുള്ള ആ ആരാധനയ്ക്കൊക്കെ ഒരു തടസ്സം വന്നതെല്ലാം മാറിക്കിട്ടുന്നു. ഉദരരോഗം, അതായത് വളരെയധികം ചികിത്സകളൊക്കെ നടത്തിയിട്ടും എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാതിരിക്കുന്നവർക്ക് അങ്ങനെ ഉദരരോഗം ഉണ്ടെങ്കിൽ അവർക്ക് ഈ മെയ് മാസത്തിൽ അവർക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുകയും അവർക്ക് വേണ്ടുന്ന ചികിത്സ ലഭിക്കുകയും ചെയ്യുന്നു. ചിലർക്ക് ഇത് ചെറിയ ഓപ്പറേഷൻ വേണ്ടി വരുന്നു. അതുപോലെ തന്നെ കണ്ണിന് ഉള്ള രോഗങ്ങൾ, തിമിരമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനും അവർക്ക് ശാന്തി ലഭിക്കുന്നു, ആ രോഗം മാറിക്കിട്ടുന്നു. അതുപോലെ രക്തത്തിലെ മിനറൽസിൻ്റെ കുറവ് മൂലം, പിന്നെ പോഷകങ്ങളുടെയൊക്കെ കുറവ് മൂലം ഉള്ള ആ ഒരു രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുപിടിച്ച് അതിനും അവർക്ക് ചികിത്സ ലഭിക്കുന്നു. ബാങ്ക്, മറ്റു ധനകാര്യ സ്ഥാപനത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്നുള്ള ഒരു റിക്കവറി തൽക്കാലം ഒഴിവാക്കപ്പെടുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനചലനം, അതായത് ഡിമോഷൻ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്, അത് മാറിക്കിട്ടുന്നു. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നു. ചിലർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ദാനം, ധർമ്മം മുതലായവ തീർച്ചയായിട്ടും ഈ സമയം ചെയ്യുക. മതപരമായ ചടങ്ങുകളിൽ ഒരിക്കലും മുടക്കം വരരുത്. അതുപോലെ തന്നെ ധാരാളം വിലയേറിയ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു കാര്യങ്ങളാണ് മേടക്കൂറുകാർക്കുള്ളത്. എങ്കിൽ തന്നെയും ചില ഗ്രഹങ്ങൾ മോശം രാശികളിലാണ് നിൽക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും നല്ല രാശികളിലല്ല, ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ നിൽക്കുന്നതിനാൽ മോശഫലങ്ങളും വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ വിശേഷിച്ചും വീട് നിർമ്മാണ പ്രവൃത്തികളിലാണ്. ഒരു സ്വന്തമായിട്ട് നിങ്ങൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ ഘട്ടത്തിലും അതിനെ നിർമ്മിക്കണം. ബേസ്മെൻറ്റിൽ ഫൗണ്ടേഷൻ, കോൺക്രീറ്റ് ആണെങ്കിൽ അങ്ങനെ, അതെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ നഷ്ടം വരാതെ ഒഴിവാക്കാൻ സാധിക്കും. അല്ലാതെ വിശ്വസിച്ച് ആരെങ്കിലും പരിപൂർണമായി നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എസ്റ്റിമേറ്റിൽ വളരെ കൂടുതലായിട്ടുള്ള തുക വരാനുള്ളൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ബന്ധുജനങ്ങൾക്ക് ചില രോഗങ്ങളും ആപത്തുകളൊക്കെ വരേണ്ട സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അശ്രദ്ധ കാണിച്ചാൽ ശത്രുക്കൾ വർദ്ധിച്ചേക്കാം. അതുകൊണ്ട് ഒരു അശ്രദ്ധ കാണിച്ച് എല്ലാവരെയും ഒരു നയത്തിൽ കൊണ്ടുപോവുക. ഈ സമയം ശത്രു സംഹാര പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ശ്രീ ഭദ്രകാളി ദേവിക്കുള്ള പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ദൈവം തന്ന ഈ ഐശ്വര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പൂജകൾ ചെയ്യുന്നത് വളരെ ഗുണം കിട്ടുന്നു ഈ മാസത്തിൽ. ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഓരോന്നിനെയും വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്.
അശ്വതി നക്ഷത്രക്കാരുടെയാണ് ആദ്യം പറയുന്നത്. 2.5 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില ചില്ലറ അസുഖങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല, വലിയ അസുഖങ്ങളൊന്നുമല്ല. 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം ഒരു തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വിദേശവാസം വരാം. ഇതിൽ ചിലർക്ക് വിദേശത്ത് പോയി പഠിക്കുന്നതിനുള്ള ഒരു ഭാഗ്യമുള്ളതിനാൽ അവർക്ക് വിദേശവാസം പറയുന്നുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. നല്ല വിദ്യാഭ്യാസം കിട്ടാം, നല്ല രീതിയിലൊരു തൊഴിൽ, വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു തൊഴിൽ അവർക്ക് ലഭിക്കാം, പുതിയ വാഹനം അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്, പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും ഉള്ള ഒരു ഭാഗ്യമുണ്ട്. അതുപോലെ സന്താന ഭാഗ്യം അവർക്ക് ലഭിക്കാം, നല്ല മിത്രങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം തീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വരേണ്ടതാണ്. വൈദ്യുതിയിൽ നിന്നോ മറ്റ് ഉള്ളതിൽ നിന്നോ തീയിലൊക്കെ നിന്നൊരു ചെറിയ രീതിയിൽ ഒരു പൊള്ളലേൽക്കാം, അത് വളരെ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഒരിക്കലും ദേശദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇടപെടരുത്. വിട്ടുകഴിഞ്ഞാൽ ജയിൽവാസം കാണുന്നുണ്ട്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഈ ജാതകൻ്റെ അച്ഛനോ അമ്മയോ മരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അശ്രദ്ധ കാണിച്ചാൽ ധനനഷ്ടം വന്നേക്കാം. നിക്ഷേപങ്ങളൊക്കെ വളരെ സുരക്ഷിതമായ പദ്ധതികളിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ധനനഷ്ടം വരേണ്ട സാധ്യത കാണുന്നുണ്ട്. അന്യനാട്ടിൽ പോയി താമസിക്കേണ്ടതായിട്ടുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് നിന്ന, പരിഹാസം, പഴി, അപവാദം ഇവ കേൾക്കേണ്ടതായിട്ട് വരുന്നതിനൊരു സാഹചര്യമുള്ളതിനാൽ അത് വളരെയധികം ശ്രദ്ധിക്കുക, മനഹാനി വരാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഭരണി നക്ഷത്രക്കാർക്കുള്ളതാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയാണ്. അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു വിദ്യാഭ്യാസം അവർക്ക്, നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കാം. അതുപോലെ തന്നെ അവർക്ക് വളരെ നല്ല രീതിയിൽ അവർക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്നു, ജന്മന ഉണ്ടാകുന്നു. അവർക്കതുകൊണ്ട് ചിത്രകല, ഡാൻസ് അങ്ങനെയുള്ള ഒക്കെ പഠിക്കാൻ, സംഗീതം, മറ്റുള്ള കലകൾ പഠിക്കുന്നതിനും സാധിക്കുന്നു. 21 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം വരാം, വിദേശവാസം കാണുന്നുണ്ട്. അപകടങ്ങൾ വരാതെ ഈ കാലഘട്ടം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് പല ഗുണങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിച്ച വിദ്യാഭ്യാസം ലഭിക്കാം, നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാം. അവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിന് അവർക്ക് സാധിക്കുന്നു. അത് മാത്രമല്ല, ഇവർക്ക് ഒരു നല്ല ഒരു രീതിയിലുള്ള ഒരു ജോലി നിലവാരത്തിൽ പോകാൻ സാധിക്കുന്നു. അലർജിയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാകാം. ഈ 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചില ആൾക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ തീപ്പൊള്ളൽ അങ്ങനെയുള്ളത് ഏക്കാണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ജീവിതത്തിലെ പല രീതിയിലും കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള മോശമായ പ്രവൃത്തികൾ ഉണ്ടാകണമെങ്കിൽ അവർക്ക് ജയിൽവാസം പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവർക്ക് കുഴപ്പമില്ല. വിദേശ ജോലിയുള്ളവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ജോലിയിൽ പ്രശ്നങ്ങൾ വന്നേക്കാം. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്കൊരു മരണഭയം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാര്യം അത് മരിക്കുമെന്നുള്ളതല്ല പറഞ്ഞത്, അവർക്കൊരാകെ ഒരു നിരാശയും ബുദ്ധി ഇല്ലായ്മ എന്തെങ്കിലും കാണിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം, എന്നാൽ ഒരു ഡിപ്രഷൻ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ അത് ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് അത് ചികിത്സ തേടേണ്ടതാണ്. അതുപോലെ വിഷബാധ ഏൽക്കുന്നതിനുള്ളൊരു സാഹചര്യമുണ്ട്. അത് പക്ഷിവിഷബാധയാണ് കൂടുതലും കാണുന്നത്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ അശ്രദ്ധ കാണിച്ചാൽ അവരുടെ വ്യാപാരത്തിൽ നഷ്ടം വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് വ്യാപാരത്തിൽ അവർ വളരെ വിശ്വസ്തരായ ആൾക്കാരെ ഇരുത്തുക, അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് ഇത് നടത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അവർക്ക് ഈ സമയം ചിലർക്ക് ഇണയോട് നീതി പുലർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കുറച്ച് ആശ്വാസം അവർക്ക് ലഭിക്കുന്നു. ആ ദുഃഖങ്ങൾക്കും അവരുടെ ആയിട്ടുള്ള മനപ്രയാസങ്ങൾക്കും എല്ലാം മാറ്റം വന്ന് നല്ലൊരു സമയമാണ് അവർക്ക്.
ഈ സമയം ഇതിൽ ചിലർ ആത്മീയതയിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ അവർക്ക് വളരെയധികം സന്തോഷങ്ങൾ ലഭിക്കുന്നു. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കുറച്ച് മോശപ്പെട്ട ഒരു സമയമാണ്. അത് അവരുടെ ഇണയുടെ ഒരു വേർപാടുണ്ടാകാം. അതുപോലെ തന്നെ ചില അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അടുത്ത് കാർത്തിക നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 10 വയസ്സ് വരെ ഉള്ളവർക്ക് ശാരീരിക സുഖം അവർക്ക് ലഭിക്കാം. അതുപോലെ തന്നെ സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ അവർക്ക് സമ്മാനങ്ങളായി ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കൂടി കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി നടക്കാം, ചെറിയൊരു സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ അവർ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള മോശപ്രവൃത്തികൾ, ദുർനടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ ജയിൽ വാസം പറയുന്നുണ്ട്. അല്ലാത്തവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഈ സമയം സൂക്ഷിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആപത്തുകൾ വരാം, ധനനാശം വരാം. ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും അവർക്ക് വേർപാടുണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണും. ഇത് എല്ലാവർക്കുമല്ല, ചിലർക്കാണ്. മനപ്രയാസങ്ങൾ വന്നേക്കാം. ഒരുപക്ഷെ ഈ സമയത്തൊരു ദുഃഖം തോന്നിയിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അവർ അടിമയാകാണ്ടിരിക്കുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ നഷ്ടമായതെല്ലാം വീണ്ടെടുക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ധനവും ഐശ്വര്യങ്ങളും മറ്റെല്ലാവർക്കും നല്ല രീതിയിൽ ലഭിക്കുന്നു. ആത്മീയതയിലേക്ക് തിരിയുന്നതിനും അവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ജോലിയിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായി അവർക്ക് മാറിക്കിട്ടുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. അത് തൊഴിൽപരമായിട്ട് നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥന ആയിരിക്കുന്നതിനാൽ അവിടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം നടത്തേണ്ടതാണ്. ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ലാതെ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവർക്ക് അന്യനാട്ടിലാണ് ഇത് താമസിക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വേണം നിങ്ങളുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ. വളരെ കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക. അതുപോലെ ഈ സമയം ചിലർക്ക് വാദം പോലുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള ഒരു സമയമാണ്. നല്ലൊരു സമയമാണ് അവർക്ക് ധനവും മറ്റുള്ള എല്ലാവർക്കും ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വളരെ നല്ലൊരു സമയമാണ് അവർക്ക്. ഇത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് ഞാനിവിടെ പ്രവചിച്ചത്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മെയ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.